വീണ്ടും സ്വപ്നം കണ്ടല്ലേ? എന്തോ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. നാളെ വിട്ടെ, പിള്ളേരെ വിട്ടിട്ട് അവിടെ പോ. നീ കിടന്നോ, എൻ്റെ ഉറക്കം പോയി. ആ പറയടാ. നീ പോയിട്ട് എന്തായി? ഒന്നും ആയില്ലടാ. ഓക്കെടാ, എന്നാ ശരി. ഞാനേ ഇത്തിരി കുക്കിങ്ങിലാ. ഇതിപ്പോ കൊറേ ആയല്ലോ, ഒരു സമാധാനം ഇല്ലാത്ത പോലെ. എന്താ? എനിക്കൊരു സമാധാനം ഇല്ല. നീ ആദ്യം എനിക്ക് കുറച്ച് സമാധാനം എന്താ? സോറി എടി, സോറിടി. അതൊന്നല്ല എബിച്ചിന് എന്താ പറ്റിയേ? ഓരോരോ സ്വപ്നങ്ങൾ കാണുന്നു. എന്നോടെ പോട്ടെ, പിള്ളേരോടെ പോലും ഇത്ര ദേഷ്യം. നമ്മൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്കിനി വയ്യ. എനിക്ക് പറ്റുന്നില്ലടി, ഒരു സമാധാനമില്ല, ഒന്നിനൊരു മൂഡില്ല. സത്യം പറഞ്ഞ എനിക്കറിയില്ല. നമുക്ക് പള്ളി പോയി അച്ഛനൊന്ന് കാണാം. അത് ഒന്നും പറയണ്ട, നമ്മുടെ വീടൊന്ന് വെഞ്ചരിക്കണം പ്ലീസ്. നമുക്ക് പള്ളി പോയി അച്ഛനൊന്ന് കാണാം. നമ്മൾ എങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛൻ കാറ്റസിൻ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാം. നമ്മുടെ ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇന്ന് ധ്യാനിച്ച ഉപമയിൽ നിന്നും എന്തും മനസ്സിലാക്കി എന്നുള്ളതാണ് ചോദ്യം. ബിജു, വിധക്കാരൻ്റെ ഉപമയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? അച്ചോ, വിധക്കാരന് വിതയ്ക്കാൻ അറിയില്ലെന്ന് മനസ്സിലായച്ചോ. വളരെ കുറച്ച് വിത്തല്ലേ നിലനിൽത്തുള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് വഴിയരികിലും പാറമേലും മുള്ളുകൾക്കിടയിലും. വിധക്കാരന് കുറച്ചുകൂടി ശ്രദ്ധിക്കായിരുന്നു അച്ചോ. വ്യാഖ്യാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇരിക്കാം. ബിജു ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? 3ാം ക്ലാസ്സിലാച്ചോ. കർത്താവേ, 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ. Good children, go and play now. പള്ളി കമ്മിറ്റി സമയം മാറ്റിയ കാര്യം എല്ലാവരോടും പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരാളെ ഒന്ന് നോക്കണം. ഇപ്പൊ ആളൊക്കെ ഉണ്ട്, എന്നാലും നോക്കി വെച്ചേരെ. ശരി ടോമി. എബി, എന്ത് പറ്റിയടാ? അച്ഛാ, ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചരിക്കണം. നിങ്ങളിതൊരു കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാ, എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അച്ഛാ. കുറെ നാളായി, ഒരു സമാധാനമില്ല. എല്ലാ ദിവസവും ഒരേ സ്വപ്നം, അത് കണ്ട് ഞെട്ടി എണീക്കും, പിന്നെ ഉറങ്ങാൻ പറ്റില്ല. എനിക്കറിയില്ല അച്ഛാ, എനിക്ക് എന്താ പറ്റിയെന്ന്, എങ്ങനെ പറയണ്ടെന്നു. എബി പള്ളി മുടങ്ങാതെ വരാറുണ്ടല്ലോ.
കുടുംബ പ്രാർത്ഥന ഒക്കെ ചെല്ലാറില്ലേ? അതൊന്നും മുടങ്ങാറില്ല അച്ഛാ. എബി സംസാരിച്ചില്ല എത്ര നാളെ? കഴിഞ്ഞ ക്രിസ്മസിൽ സംസാരിച്ചാണ് അച്ഛോ. നമ്മുടെ വാർഷികദിനത്തിന് സംസാരിച്ചില്ലേ? ഇല്ല അച്ഛോ. എന്ത് പറ്റി എബി? ഞാൻ പറയാച്ചാ, കുമ്പസാരിപ്പിക്കാൻ രച്ചില്ലെന്ന് പറഞ്ഞ് കുമ്പസാരിച്ചിട്ടില്ല. ഇതിപ്പോൾ കുറേ നാളായി ഇങ്ങനെ. ലിജി, മോള് പള്ളിയിൽ ചെന്ന് എബിക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കർത്താവിനെ പ്രാർത്ഥിക്കും. ക്ഷമിക്കണ അച്ഛാ, പരിചയമില്ലാത്ത അച്ഛന്മാരുണ്ടെങ്കിലേ കുമ്പസാരിക്കാൻ തോന്നാറുള്ളൂ. അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാച്ചാ. എബി, ഇത് എബിയുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ സഭ ഇന്ന് നേരിടുന്ന വലിയൊരു ചോദ്യമാണിത്. അതിന് ഉത്തരം എനിക്ക് പറഞ്ഞു തരാൻ സ്കൈ. പക്ഷെ അത് ഉൾക്കൊള്ളണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എബിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കുംസാരം ആളും നേരം നോക്കി നടത്തേണ്ട ഒരു ചടങ്ങല്ല, അതൊരു കൂതാശയാണ്. കുംസാരക്കൂട്ടിൽ പാവമോചനായ ഈശോയെ കണ്ടുമുട്ടുന്ന കൂതാശ. കുറുക്കോഴികൾക്ക് അവിടെ സ്ഥാനമില്ല. കുംസാരം എന്ന ചടങ്ങ് നടത്തിയിട്ട് എത്ര നാളായെന്നല്ല, കുംസാരം എന്ന കൂതാശ നടത്തിയിട്ട് എത്ര നാളായെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഞാൻ ചോദിക്കട്ടെ, എബി കുംസാരിച്ചിട്ട് ദൈവത്തോട് പാപങ്ങളെല്ലാം ഒരു മറയും മടിയും ഇല്ലാതെ ഏറ്റുപറഞ്ഞിട്ട് എത്ര നാളായി? അല്ല, നാളുകളല്ല അച്ഛൻ, വർഷങ്ങളായി, കാലങ്ങളായി. ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടുവരാം. അനുതാപം ഈ അധരങ്ങളിൽ കൈക്കൊള്ളാൻ നീ കനിവാകണേ. അനുതാപം ഈ അധരങ്ങളിൽ കൈക്കൊള്ളാൻ നീ കനിവാകണേ. മലിനമാമെൻ ഹൃദയം മഞ്ഞു പോൽ നീ മാറ്റേണമേ കരുണാമയ. വരുന്നീതാ നിൻ സന്നിധിയിൽ നാഥനാ എൻ നല്ലിടയാ യേശുനായക ലോകനായക.